ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ അല്ലെങ്കിൽ വി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം എനിക്ക് കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ മൊത്തമായിട്ട് കുറഞ്ഞോയെന്ന് ചോദിച്ചാൽ ഇല്ല. ചില സമയത്ത് ആ ഒരു ചുമ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമുക്ക് ശ്വാസം പോലും കിട്ടാത്ത രീതിയിലാണ്. കാരണം ഈ കഫ് ഇവിടെ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ആ കഫ് പറയട്ടെ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും ചുമയ്ക്കും തോറും പിന്നെ അങ്ങ് നമുക്ക് വീസിങ് പോലൊക്കെ അങ്ങാവും. കൊച്ചന് പൊടുക്കൊച്ച് പ്രൈസമ്മോന് ഇപ്പോഴും വയ്യ, ഇച്ചിരി ചുമയൊക്കെ ഉണ്ട്. ഞാനൊക്കെ പനി ഉണ്ടായിരുന്നു, ഇപ്പം പനിയില്ല. ഇനി 3 എക്സാം കൂടെ ഉണ്ട്. ഫ്രൈഡേ കഴിച്ചാൽ, കാരണം അവന് 2nd ഫ്ലോർ വരെ നടന്നു പോകണം. അവൻ പറഞ്ഞായിരുന്നു, മമ്മി എനിക്ക് 2nd ഫ്ലോർ വരെ നടന്നു പോയി. അവനും ഇങ്ങനെ ഈ ശ്വാസത്തിനൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ റീച്ചാൻ ടീച്ചർക്ക് മെസ്സേജ് ഇട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ് നേരത്തെ വിടാം. അങ്ങനെ പോയി. താഴെ അന്നേരം മേള് കയറി പോണ്ട, താഴെ ഇരുത്തി എഴുതിപ്പിച്ചിട്ടിങ്ങ് വന്നു. പിന്നെന്തുവാ പിന്നെ പോൾമോനും പ്രൈസമോനും 2 സ്വഭാവക്കാരാണ്. പിന്നെ പോൾമോന് സെയിം റീച്ചാൻ്റെ കൂട്ടാണ്. എത്ര അസുഖമാണെങ്കിലും അവരത് കൊണ്ട് നടക്കും. അവനാണെങ്കിൽ എന്നേക്കായി വയ്യായിരുന്നു ഈ പോൾമോന്. അത് വെച്ചുകൊണ്ട് അവൻ കോളേജിൽ പോകുന്നതും ഒന്നും കഴിക്കാതെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഇപ്പോൾ ഒരു ബൈക്കിൽ പോകുകയാണെങ്കിൽ 15-20 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അതേസമയം ബസ്സിലോ ട്രെയിനിലോ വരുവാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. അത്രയും സമയമൊക്കെ ട്രാവലിങ് ചെയ്ത് വരുമ്പോൾ നമുക്കതൊരിതല്ലേ. പക്ഷേ പ്രൈസം നേരെ തിരിച്ച് അവർ ഇച്ചിരി വന്ന, മമ്മി എനിക്ക് ഇവിടെ ചൂടുണ്ടോ ഇങ്ങനെ നോക്കും. പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അസുഖമൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ ഈ ഗ്യാസിൻ്റെയൊക്കെ സ്മെല്ല്, മസാലയുടെയൊക്കെ സ്മെല്ലടിക്കും നമുക്ക് ഒന്നുകൂടെ കാരണം ഇവിടെ നമുക്കിങ്ങനെ കിച്ചണൊക്കെ അങ്ങ് ഒത്തിരി ഓപ്പണായിട്ടല്ലല്ലോ. ആ ജനലിൽ കൂടെ കയറുന്നത്. നാട്ടിലാണെങ്കിൽ അങ്ങ് ഓപ്പണായിട്ട് കിടക്കുന്ന നമുക്ക് എയറൊക്കെ കയറുമെന്ന് നോക്കാം. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. മസാലയൊക്കെ അവിടെ തന്നെ എക്സസ് ഫാൻ ഇട്ടാലും അത് ആ മസാലകൾ അവിടെ തന്നെ തങ്ങി ഇങ്ങനെ നിൽക്കുമല്ലേ സ്മെല്ല്. അതിൻ്റെ പ്രശ്നമാണ് നമുക്ക്. അപ്പോൾ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനും പലപ്പോഴും വീഡിയോ എൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ആണോ സംസാരിക്കുന്നത്. എനിക്കൊരു പച്ചക്കറിയുടെ വില ഞാൻ പറഞ്ഞു, റീച്ചാ ഇങ്ങോട്ട് പോകാൻ പച്ചക്കറിയുടെ വില പറയുന്നത്. അപ്പോൾ കേൾക്കുന്നവർ ചിന്തിക്കും ഞാൻ റീച്ചാന് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല. പക്ഷേ എൻ്റെ സംസാരം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാണ്. റീച്ചാനോട് ഇത്തിരി സ്നേഹത്തിൽ ഒന്ന് പറയുന്നത് എന്തോ അങ്ങനെ കണ്ടൊരു കമൻറ്റ് വന്ന്. അവർക്കൊക്കെ അറിയാം എൻ്റെ സംസാരം ഇങ്ങനെയാണ്. നമ്മളില്ലേ കേൾക്കുമ്പോഴേ ഞാൻ പറയുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ കടിച്ചു മുറിച്ചാണ് പറയുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾ കേൾക്കുമ്പം അങ്ങനെ തോന്നും. അങ്ങനെയൊന്നും കേട്ടോ. റീച്ചാനോടൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് വയ്യാൽ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ കരുതിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ആയിപ്പോയി സംസാരം. എന്താ ചെയ്യുക, കഴിവും ചിന്തിക്കും. ഒന്ന് മയത്തിലൊന്ന് പിന്നെ ഇപ്പം പറഞ്ഞല്ലേ, ഇങ്ങോട്ട് വാടാ എന്താന്നൊക്കെ പറയത്തില്ലേ, അതങ്ങ് ആ ഫ്ലോയിൽ നമ്മളങ്ങ് പറഞ്ഞു പോകും. അല്ലാതെ അത് വേറെ രീതിയിൽ ചിന്തിക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ. ഇപ്പം രാവിലെ നേരത്തെ റീച്ചാൻ ഈ പാറ്റീസ് വാങ്ങിച്ചോണ്ടേ ഒരു 2-3 പാക്കറ്റ് അങ്ങ് വാങ്ങിച്ചായിരുന്നു. അതുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ അതാ പറയുന്നത്, അന്ന് ഞാൻ റീച്ചാൻ വാങ്ങിച്ചോണ്ടേ റീച്ചാനോട് പറഞ്ഞ് ഇത്രയും എന്തിനാ വാങ്ങിച്ചേ, എല്ലാം കൂടി ഇരിക്കുന്നതിന് അവന്മാർ അതുണ്ടാക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ നടക്കും. നമുക്ക് ഓരോന്ന് വാങ്ങിച്ചാൽ പോരായിരുന്നു എന്ന്. ഇടയ്ക്ക് നമുക്ക് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയാൽ പോരെയെന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇന്ന് വയ്യാതിരുന്നാണ് ഞാൻ ചിന്തിക്കുമായിരുന്നു അന്ന് അത് വാങ്ങിച്ചത് കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഈ അരിയൊന്നും അരയ്ക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ ഇതാകുമ്പം പെട്ടെന്നങ്ങ് രാവിലെയൊക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമല്ലേ. എല്ലാം ദൈവം നല്ലതിനെന്ന് കരുതുന്നു. നമ്മൾ ആ സമയത്ത് പറഞ്ഞു എന്തിനാ ഇത്രയും വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു. അപ്പോൾ ഇതൊക്കെ അങ്ങ് രാവിലെ അമ്മമാർക്ക് ടിഫിനൊക്കെ അങ്ങ് കൊടുത്തു വിട്ടു. കഴിക്കാനും ഇതായിരുന്നു. പിന്നെ രാവിലത്തെയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ അവിടെ കിടക്കുന്നേ ഉള്ളൂ.
സാധാരണ പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെയൊക്കെയാണ് പിന്നെ ക്യാനി വെള്ളം ഒഴിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ കിടപ്പിലായാൽ പിന്നെ നമ്മൾ എന്നും സിസ്റ്റമാറ്റിക്കലി ഡെയിലി ചെയ്യുന്ന ആ റുട്ടീൻ പോലെ നമ്മൾ വെള്ളം ഒഴിച്ച് ക്യാനി വെക്കും, പിന്നെ തിളപ്പിക്കാൻ വെക്കും. അതുപോലെ ഇവിടെ ഇവർ ചെയ്യത്തില്ലല്ലോ. നമ്മൾ പറയുവാണെങ്കിൽ എടുത്ത് അങ്ങോട്ട് ഒഴിക്കും, അല്ലെങ്കിൽ ക്യാൻ കാലിയാവുന്നിടം വരെ അതിലോ വെള്ളം എടുത്തുകൊണ്ടിരിക്കും, പിന്നെ ആയിരിക്കും എടുത്ത് പിന്നെ ഒഴിക്കും, പിന്നെ തിളപ്പിക്കാൻ വെക്കത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ പുറകെ കിടന്ന് പറയുവാണെങ്കിൽ മാത്രമേ അവർക്കതറിയത്തുള്ളൂ. നമ്മളാകുമ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ജോലികൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് വരുമല്ലേ. അപ്പോൾ ക്യാനി വെള്ളമൊക്കെ കുറവായിരുന്നു. അപ്പോൾ ആ ക്യാനിലെ വെള്ളം ഞാൻ വേറെ ചരുവത്തി ഒഴിച്ചിട്ട് ക്യാനെല്ലാം ഒന്ന് കഴുകി വെള്ളം നിറച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ട് പാത്രം കഴുകാമെന്ന് വെച്ച്. ഞാൻ ബ്രേസിനെ വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കയറി കിടന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത പരിപാടികൾ ചെയ്യാൻ വന്നത്. അപ്പം ഞാനൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതാകുമ്പം നമുക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഇതങ്ങ് ഉണ്ടാക്കി പെട്ടെന്ന് ഒറ്റ ഇതിലങ്ങ് നിൽക്കും, ഒരു പപ്പടമോ സാലഡ് വല്ലതും ഉണ്ടെങ്കിൽ. അപ്പം ഞാനിത് ഒരു 6-7 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ആദ്യം അതൊന്ന് ക്രഷ് ചെയ്തു. അതിന് ശേഷം പിന്നെ ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഈ മുട്ട ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ ഷീല പറയാമായിരുന്നു എന്താ ഇത്രയും കളറെന്ന്. അത് നമ്മളങ്ങ് മൊത്തത്തിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും കളറ്. ഇവിടെ ഇച്ചിരി മസാല ഇവർക്ക് ഇത്തിരി വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാളയൊക്കെ അങ്ങ് ചേർക്കുന്നത്. ഇച്ചിരി ഷാജീര, പട്ട, 3 ഗ്രാമ്പു, 2 ബേ ലീഫ്, ഒരു 3 സവാള. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ട് സവാളയൊന്നും വറുത്തിടുന്നില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 സവാളയൊന്ന് വറുത്തിടുവാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് ചെയ്യുക. സവാള അങ്ങ് വഴട്ടാനെടുത്തിട്ട് പിന്നെ ഒരു വലിയ ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതൊന്ന് നമുക്ക് വഴട്ടിയെടുക്കാം. ഇതെല്ലാം കുറച്ച് നേരം ഞാനൊന്ന് വഴട്ടി. ഇപ്പോൾ ഇതൊന്ന് കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ ക്രഷ് ചെയ്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇച്ചിരി എരിവ് വേണം, അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ ഇത് ഇച്ചിരി ഏകദേശം എരിവുള്ള പച്ചമുളകായിരുന്നു, ഒരു 3-4 പച്ചമുളക് ചേർത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തേ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് മഞ്ഞൾപ്പൊടി പൊട്ടിച്ചിട്ടത്. അപ്പം ഞാൻ ലാസ്റ്റിൽ അതിൻ്റെ നമ്മൾ ഈ കവറൊന്ന് തട്ടുമല്ലേ, തട്ടിയുണ്ണ ഇത്രയും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറയുവാണെങ്കിൽ ടോട്ടൽ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് ഒത്തിരി നമുക്ക് വീഡിയോ കൂടെ കാണുന്നുണ്ട്, പക്ഷെ അത്ര ഇല്ല. അതിൻ്റെ ആ കവറിൻ്റെ അകത്ത് കുറച്ച് പൊടികളായിട്ടുണ്ടായിരുന്നു, അത് തട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ നമ്മുടെ ബിരിയാണി മസാല നമ്മുടെ സാധാ സ്പൂൺ ഉണ്ടല്ലോ അതിനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3-3.5 ഗ്ലാസ് അരിയുടെ അളവാണ് ഈ പറയുന്നത്. അതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ ഒരു ആക്ടർ ഉണ്ടല്ലോ ഹിന്ദി, സൽമാൻ ഖാൻ, പുള്ളിയുടെ പടമുള്ള ഒരു ബിരിയാണി മസാലയാണ്. ചിലപ്പം ഞാൻ ഷാഹി ബിരിയാണി മസാല വാങ്ങിക്കും. ഇത് കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഞാനത് പൊട്ടിച്ചിട്ട് ഞാൻ പിന്നെ ഈ പൊട്ടിക്കുന്ന മസാലകൾ ഞാൻ പിന്നെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും, അല്ലാതെ വെളിയിൽ വെച്ചാൽ അത് ചിലപ്പോൾ കട്ട കിട്ടും. അതിൻ്റെ പച്ചമണമൊക്കെ പോയ ഉടനെ മൂത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊരു ഇച്ചിരി അതൊന്ന് ലൂസാവാൻ വേണ്ടി ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്തേ. അപ്പം ഞാൻ ഈ കാണിക്കുന്നതും ഒപ്പീര് പരിപാടിയാണ്, പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ ഞാൻ മുട്ട സെപ്പറേറ്റ് പാനിൻ്റെ അകത്ത് ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത്. ഇന്നിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ നടുക്കോട്ടിട്ട് അതിലൊന്ന് ഇച്ചിരി മസാല പിടിക്കാൻ വേണ്ടി അതിൻ്റെ നടുക്കിട്ടൊന്ന് ഇളക്കിയെടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ അല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിതിപ്പം പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തേ കേട്ടോ. നിങ്ങളല്ലാതെ രീതിയിൽ ചെയ്താലും മതി. കാരണം ഈ മുട്ട ഇങ്ങനെ വെളുത്തിരിക്കാതെ ഒരു ഇത്തിരി കളറിന് വേണ്ടി ഞാനങ്ങ് ചെയ്തന്നേ ഉള്ളൂ. അപ്പം മുട്ടയുടെ അളവ് നോക്കണ്ട, ഞങ്ങൾ 5 പേരാണേലും ഒരു 6 മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പം ആർക്കാ വേണ്ടിയെന്ന് വെച്ചാൽ കൊടുക്കും. ഞാൻ ഈ അധികം ഇടുന്ന എന്തിനാണെന്നറിയാമോ? ചിലപ്പം മുട്ട നമ്മളിടുമ്പോൾ ചിലത് പൊട്ടി അങ്ങ് പോകുമല്ലേ, അപ്പോൾ ഷേപ്പ് കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആവുന്നെങ്കിൽ ഒരെക്സ്ട്രാ മുട്ടയും കൂടെ കിടന്നോട്ടെന്ന് പറഞ്ഞിരുന്ന. പക്ഷേ
ഇപ്രാവശ്യത്തെ ഒന്നും അങ്ങനെ പൊട്ടി അങ്ങനെ വെളിയിൽ പോയില്ല. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ കറക്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ മുട്ടയെല്ലാം അതിൻ്റെ അകത്ത് ഇട്ടൊന്ന് ഇളക്കിയിട്ട് ആ മുട്ട ഇങ്ങ് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ഉരുളൻകിഴങ്ങ് വേവിച്ചത്, അതായത് ഞാൻ മുട്ടയും ഉരുളൻകിഴങ്ങും കൂടാണ് കുക്കറിലിട്ട് വേവിച്ചത്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ അകത്തൊന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചില അരിയിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇന്നാളി ഞാൻ ബിരിയാണി ഉണ്ടാക്കിയ അതിൻ്റെ അകത്താണെങ്കിൽ അത് കറക്റ്റായിരുന്നു വെള്ളം. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലാസ്റ്റിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഇച്ചിരി ഒത്തിരി അങ്ങ് ഹാർഡായിട്ടിരുന്നു. അപ്പം ഞാൻ പിന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി. അപ്പം കറക്റ്റായിരുന്നു. അരിയിലും വ്യത്യാസം വരും കേട്ടോ. ഞാൻ അതിലുള്ള ആ ബേ ലീഫും പട്ടയൊക്കെ ഇങ്ങെടുത്ത് മാറ്റുന്നുണ്ട്. അതാ ഞാനിട്ട് സ്പൂണും കൊണ്ട് ഇളക്കി നോക്കിയതൊന്ന് തപ്പി നോക്കിയത് എവിടെ പോയെന്ന്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കഴുകി വാരിയ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഞാൻ ഇച്ചിരി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ടേ. ഞാൻ അരി തിളച്ച് കഴിഞ്ഞിട്ട് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിരുന്നത്. അരി തിളച്ച് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 10 മിനിറ്റ് ഏറ്റവും തീ കുറച്ചിട്ട് അപ്പോഴത്തേക്കിന് അടിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന ഉടനെ നമുക്ക് ഈ സ്പൂൺ ഇട്ട് നോക്കുമ്പോൾ അറിയാം അടിയിൽ ഒരു ഇച്ചിണിയും വെള്ളം കിടന്ന സമയത്ത് പിന്നെ ഞാൻ തീ ഓഫ് ആക്കിയിട്ടെ. എന്നിട്ട് അത് ആവി കിടന്നിങ്ങനെ വെന്ത് കുതിർന്ന് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി മല്ലിയില ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പപ്പടവും ഉണ്ടാക്കുന്നുണ്ട്, സാലഡ് വേണ്ടതുകൊണ്ട്, പിന്നെ അച്ചാറും ഉണ്ട്. അന്നേരം ഇവിടെ പിള്ളേർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇവിടെ പിള്ളേർക്ക് ഇവർക്കെല്ലാം ഇതിഷ്ടമാണ്. എനിക്ക് മാത്രമേ ഉള്ളൊരു ഇഷ്ടക്കേട്. അപ്പോൾ അവർ സന്തോഷമായിരുന്നു. നമുക്ക് ഒത്തിരി ജോലി കിടന്ന് ചോറും കറിയും തോരനും ഒന്നും ഇട്ട് മെനക്കെടണ്ട. കാരണം തോരൻ അരിയണം, തേങ്ങ തിരുമണം. ഇതാകുമ്പം പെട്ടെന്ന് നമുക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയാവും. പിള്ളേർ പറയും മമ്മി എന്നും ഇതുണ്ടാക്കിയാൽ മതി, മമ്മിക്കും ടെൻഷനില്ല, ഞങ്ങളും ഹാപ്പി, മമ്മി ഹാപ്പി. ഞാൻ പറഞ്ഞു എന്നും ഉണ്ടാക്കിയാൽ എടാ അത് അങ്ങ് ബോറായി പോകൂടാന്ന് പറഞ്ഞു. അപ്പം ഡാഡിക്കിനി ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും നമുക്കൊരു വിശ്രമം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.